ലോകത്തിൽ എത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്ന് പറയും. എന്നാൽ ഭാവിയിൽ അത് 8 ഭൂഖണ്ഡങ്ങളാകും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് പുതിയൊരു ഭൂഖണ്ഡം ഉണ്ടാവുകയാണ്. ആഫ്രിക്കയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആഫ്രിക്ക രണ്ടായിട്ട് പിളരാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന വാർത്ത ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ രണ്ടായിട്ട് പിളരുമ്പോഴാണ് പുതിയ ഭൂഖണ്ഡം ഉണ്ടാകുന്നത്. പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആഫ്രിക്കയിൽ നിന്നും പിരിയുന്ന 8ാമത്തെ ഭൂഖണ്ഡത്തിന്റെ വസ്തുതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്ക പിളരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, ആഫ്രിക്ക പിളരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അത് പിളരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, മറിച്ച് ഏറ്റവും കുറഞ്ഞത് 1 കോടി വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ 2018-ൽ സൗത്ത് വെസ്റ്റേൺ കെനിയയിൽ പല കിലോമീറ്ററുകളോളം നീളമുള്ള വലിയൊരു പിളർച്ചയുണ്ടായി. അപ്പോഴാണ് ആഫ്രിക്ക രണ്ടായിട്ട് പിളരുന്നു എന്ന വാർത്ത പ്രശസ്തി ആർജിക്കാൻ തുടങ്ങിയത്. എന്നാൽ ശരിക്കും 2005-ൽ തന്നെ ഈ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2005-ൽ എത്യോപ്യയിൽ 500 മീറ്റേഴ്സ് നീളമുള്ള ഒരു വലിയ പിളർപ്പുണ്ടായി. ഈ പിളർച്ചകളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇതെല്ലാം ആഫ്രിക്ക രണ്ടായിട്ട് പിളരുന്നതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായത്. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനങ്ങളെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഏറ്റവും പുറം ഭാഗമാണ് ക്രസ്റ്റ്, അതിനടിയിൽ മാൻഡിൽ. ഈ മാൻഡിലിന്റെ ഏറ്റവും മുകൾ ഭാഗത്തിനെയും ക്രസ്റ്റിനെയും ചേർത്ത് ലിതോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഈ ലിതോസ്ഫിയർ ഒരൊറ്റ ഗോളമായിട്ടല്ല നിലനിൽക്കുന്നത്, പകരം അത് വലുതും ചെറുതുമായ പല പല കഷ്ണങ്ങളായിട്ട് പിളർന്നാണ് കിടക്കുന്നത്. ഈ കഷ്ണങ്ങളെയാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഭൂഖണ്ഡങ്ങളാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് തെറ്റിദ്ധരിക്കരുത്. ടെക്ടോണിക് പ്ലേറ്റുകളിൽ ചില ഭാഗങ്ങൾക്ക് സമുദ്രനിരപ്പിനേക്കാൾ ഉയരമുണ്ടായിരിക്കും. ഈ ഉയർന്ന ഭാഗങ്ങളാണ് ശരിക്കും കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ. ആഫ്രിക്കൻ പ്ലേറ്റിനെ തന്നെ നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ടെടുക്കാം. ആഫ്രിക്കൻ പ്ലേറ്റിന്റെ നല്ലൊരു ശതമാനവും വെള്ളത്തിനടിയിലാണ്. അതിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. എന്തായാലും ടെക്ടോണിക് പ്ലേറ്റുകൾ ഖരരൂപത്തിലുള്ള വസ്തുക്കളാണ്. എന്നാൽ അതിനടിയിലുള്ള മാൻഡിൽ ലാവ അഥവാ അഗ്നിപർവ്വത ദ്രവം തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ഭാഗമാണ്. എന്നുവെച്ചാൽ മാൻഡിൽ ശരിക്കും ദ്രാവക രൂപത്തിലാണ്. അപ്പോൾ ഈ ദ്രാവകത്തിന്റെ മീതെ ഒഴുകി നടക്കുകയാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ. ഇങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്തിൽ ഈ കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും യോജിക്കുകയും പിളർന്നു പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ പ്രക്രിയകളെ, അതായത് ടെക്ടോണിക് പ്ലേറ്റ്സുമായി ബന്ധപ്പെട്ട സകല പ്രക്രിയകളെയും ചേർത്ത് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് പറയുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രതിഭാസം ഭൂമിയുണ്ടായ കാലം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭൂഖണ്ഡങ്ങൾ ടെക്ടോണിക് പ്ലേറ്റ്സിന് മുകളിലായതിനാൽ ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിക്കുന്നതിനനുസരിച്ച് ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങൾക്കും രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂഖണ്ഡങ്ങളെല്ലാം ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ ഭൂഖണ്ഡങ്ങളെല്ലാം വീണ്ടും ആകെ മാറും. മാൻഡിലിന് മീതെ ഒഴുകി നടക്കുന്നതിനിടയിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ പ്രധാനമായും 3 തരത്തിൽ ഇന്ററാക്ട് ചെയ്യും. ഒന്നാമത്തേത് കൺവേർജന്റ്. പേര് പോലെ തന്നെ 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കൺവേർജ് ചെയ്യുന്ന, അതായത് കൂടിച്ചേരുന്നതാണ് കൺവേർജന്റ് പ്ലേറ്റ്സ്. ഇങ്ങനെ ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ സങ്കീർണമായ നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ടാകും. കൂട്ടിയിടിക്കുന്ന 2 പ്ലേറ്റുകളും ഓഷ്യാനിക് പ്ലേറ്റ്സ് ആണെങ്കിൽ, അതായത് സമുദ്രത്തിന് അടിയിലാണെങ്കിൽ കൂട്ടിയിടിക്കുന്ന അതിരിൽ സബ്ഡക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്ലേറ്റ് മറ്റൊന്നിനടിയിലേക്ക് ഇറങ്ങിപ്പോകും. അതുപോലെ തന്നെ ഒരെണ്ണം ഓഷ്യാനിക് പ്ലേറ്റും മറ്റൊന്ന് കോണ്ടിനെന്റൽ പ്ലേറ്റുമാണെങ്കിലും അവിടെയും സബ്ഡക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഓഷ്യാനിക് പ്ലേറ്റ് ആയിരിക്കും കോണ്ടിനെന്റൽ പ്ലേറ്റിനടിയിലേക്ക് പോകുന്നത്. ഇങ്ങനെ സബ്ഡക്ഷൻ സംഭവിക്കുമ്പോൾ അടിയിലോട്ട് പോകുന്ന പ്ലേറ്റ് മാൻഡിലോട്ട് ഇറങ്ങുന്നതിനാൽ ആ ഇറങ്ങുന്ന ഭാഗം തീവ്രമായ താപനില കാരണം ഉരുകി മാഗ്മയാകും. അങ്ങനെ ഉരുകി ഉയർന്നു പോകുന്ന മാഗ്മ ദ്രാവകം അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ രൂപത്തിൽ പൊട്ടി പുറത്തേക്കൊഴുകും. ഈ വോൾക്കേനോകൾ അത്യധികം തീവ്രമായിരിക്കും. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ മാത്രമല്ല, കൂട്ടിയിടി നടക്കുന്ന അതിരിൽ ശക്തമായ ഭൂമി കുലുക്കങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന മറ്റ് പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ സംഭവിക്കും. ഇങ്ങനെ സബ്ഡക്ഷൻ സംഭവിക്കുമ്പോഴാണ് ആഴക്കടലുകളിൽ വലിയ വലിയ ട്രെഞ്ചുകൾ അഥവാ കുഴികൾ ഉണ്ടാകുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഏവർക്കും സുപരിചിതമായ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രെഞ്ച്. ഫിലിപ്പൈൻ പ്ലേറ്റും പസഫിക് പ്ലേറ്റിനും ഇടയിൽ മരിയാന പ്ലേറ്റ് എന്നൊരു ചെറിയ മൈക്രോ ടെക്ടോണിക് പ്ലേറ്റ് ഉണ്ട്. ഈ മരിയാന പ്ലേറ്റിനടിയിലേക്ക് പസഫിക് പ്ലേറ്റ് സബ്ഡക്റ്റ് ആകുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് മരിയാന ട്രെഞ്ച് ഉണ്ടായത്. ഇതുപോലെ സബ്ഡക്റ്റ് ആകുന്ന നിരവധി പ്ലേറ്റുകൾ ലോകത്തിലുണ്ട്.
ഇനി ഒരുപക്ഷേ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ തമ്മിലാണ് കൺവേർജ് ആകുന്നതെങ്കിൽ, അതായത് രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളുടെ സമുദ്രനിരപ്പിന് മുകളിലുള്ള ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഇടിക്കുന്ന അതിരുകൾ മടങ്ങുകയും ഉയർന്നു പൊങ്ങുകയും ചെയ്യും. അപ്പോഴവിടെ വലിയ പർവ്വത നിരകൾ ഉണ്ടാകും. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ്. ഏകദേശം 3.5 കോടി വർഷങ്ങൾക്കും 5.5 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്നത് പോലെ ഇന്ത്യ ഏഷ്യയുമായിട്ട് കൂടിച്ചേർന്ന് കിടക്കുന്നത്. ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിലാണ് ഹിമാലയ പർവ്വത നിരകൾ ഉണ്ടായത്. ഇന്ന് ലോകത്തിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഹിമാലയാസിലെ എവറസ്റ്റ് കൊടുമുടിയാണ്. ശരിക്കും ഇന്ത്യൻ പ്ലേറ്റിന്റെ ഈ കൂട്ടിയിടി ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിവർഷം 5 സെന്റിമീറ്റർ എന്ന വേഗത്തിൽ ഇന്നും ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യയിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയ പർവ്വത നിരകൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ ഉണ്ടാകാറില്ല. എങ്കിലും ഇത്തരം അതിരുകളിൽ ഭൂമികുലുക്കങ്ങൾ പതിവായിരിക്കും. ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ് ട്രാൻസ്ഫോം. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഉരഞ്ഞു പോകുന്നതിനെയാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരേ തരത്തിലുള്ള പ്ലേറ്റുകൾക്കിടയിലാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഒന്നുകിൽ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾക്കിടയിൽ. കോണ്ടിനെന്റൽ പ്ലേറ്റുകൾക്കിടയിൽ സംഭവിക്കുമ്പോൾ ഈ അതിരുകൾക്ക് മുകളിൽ ഉപരിതലത്തിൽ വലിയ വരമ്പ് പോലെ രൂപം കൊള്ളും. ഇങ്ങനെ ഉരയുന്നതിന്റെ സമ്മർദ്ദം കാരണം ഈ വരമ്പുകളിൽ നിരന്തരമായിട്ട് വളരെ ശക്തമായ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. സാൻ ആൻഡ്രിയാസ് ആണ് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം. ഇതല്ല നോർത്ത് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്. ഇനി ഓഷ്യാനിക് പ്ലേറ്റുകളാണ് ട്രാൻസ്ഫോം ആകുന്നതെങ്കിലും ഏകദേശം ഇതേപോലെ തന്നെ സംഭവിക്കും. പക്ഷേ സമുദ്രത്തിന് അടിയിലുള്ള ട്രാൻസ്ഫോം അതിരുകളിൽ അത്രത്തോളം ശക്തമായ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാറില്ല. മൂന്നാമത്തെ രീതി എന്നത് ഡൈവേർജന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ ഡൈവേർജ് ചെയ്യുന്ന അഥവാ രണ്ടായിട്ട് പിരിയുന്നതാണ് ഡൈവേർജിംഗ് പ്ലേറ്റ്സ്. അതൊരു പക്ഷേ കൂടിച്ചേർന്നിരുന്ന രണ്ട് പ്ലേറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് തന്നെ രണ്ടായിട്ട് പിളരുന്നതുമായിരിക്കാം. ഇത് ഓഷ്യാനിക് പ്ലേറ്റിനാണ് സംഭവിക്കുന്നതെങ്കിൽ പിരിയുന്ന അതിരിലെ വിള്ളലിലൂടെ ഉള്ളിൽ നിന്ന് മാഗ്മ ദ്രാവകം പുറത്തേക്കൊഴുകും. ഈ മാഗ്മ ദ്രാവകം വളരെ വേഗം തണുത്തുറഞ്ഞ് വലിയ മലനിരകളായി മാറും. അതിനെയാണ് മിഡ് ഓഷൻ റിഡ്ജസ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മലനിരകളാണ് മിഡ് ഓഷൻ റിഡ്ജുകൾ. ഇനി കോണ്ടിനെന്റൽ പ്ലേറ്റ്സിനാണ് ഡൈവേർജൻസ് സംഭവിക്കുന്നതെങ്കിൽ ആദ്യം ഉപരിതലത്തിൽ ചെറിയ വിള്ളൽ വീഴും. അതിനെ റിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഒറ്റ വിള്ളലിനു പകരം പ്ലേറ്റുകൾ പിരിയുന്ന അതിരിൽ പലയിടങ്ങളിലായിട്ടാണ് വിള്ളലുകൾ വീഴുന്നത്. പിരിയാൻ തുടങ്ങുമ്പോൾ തന്നെ അവയെ പിന്നെ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളായിട്ട് നമുക്ക് പരിഗണിക്കാം. കോണ്ടിനെന്റൽ പ്ലേറ്റുകൾക്ക് ഡൈവേർജൻസ് സംഭവിക്കുമ്പോൾ സാധാരണ അവിടെ അധികം അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ ഉണ്ടാകാറില്ല. എന്തായാലും റിഫ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ പതിയെ നദികളിൽ നിന്നുമുള്ള ജലം റിഫ്റ്റുകളിലേക്ക് ഒഴുകിയെത്തും. അങ്ങനെ ഈ റിഫ്റ്റുകൾ ചെറിയ നദികളാകും. ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ അകലുന്നതിനനുസരിച്ച് റിഫ്റ്റുകളുടെ ആഴവും വീതിയും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ റിഫ്റ്റുകൾ വികസിച്ച് കാലക്രമേണ വലിയ താഴ്വരകളായി മാറും. വീണ്ടും കാലങ്ങൾ കഴിയുമ്പോൾ ഈ താഴ്വര സമുദ്രനിരപ്പിന് തുല്യമാകും. അപ്പോൾ മുതൽ സമുദ്രത്തിൽ നിന്നുമുള്ള ജലം ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ റിഫ്റ്റുകൾ ചെറിയ കായലുകളാകും. പിന്നെ ഈ കായലുകളെല്ലാം പതിയെ പതിയെ ചെറിയൊരു ഉൾക്കടലാകും. അവസാനം പ്ലേറ്റ്സ് തമ്മിൽ പൂർണ്ണമായും പിരിയുമ്പോഴേക്കും റിഫ്റ്റ് പുതിയൊരു സമുദ്രമായി മാറിയിട്ടുണ്ടാകും. ഇത് തന്നെയാണ് ആഫ്രിക്കയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആഫ്രിക്കൻ പ്ലേറ്റ് രണ്ടായിട്ട് വിഭജിക്കുകയാണ്. പ്രധാന പ്ലേറ്റിനെ ന്യൂബിയൻ പ്ലേറ്റ് എന്നും പിളർന്നു പോകുന്ന ചെറിയ പ്ലേറ്റിനെ സൊമാലിയൻ പ്ലേറ്റ് എന്നുമാണ് പറയുന്നത്. അത് കാരണം ആഫ്രിക്കയിൽ വലിയൊരു റിഫ്റ്റ് സിസ്റ്റം രൂപം കൊണ്ടിട്ടുണ്ട്. അതിനെയാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലായിട്ടാണ് വിള്ളലുകൾ വീഴുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത്തരമൊരു റിഫ്റ്റാണ് 2018 ഉണ്ടായത്. 2018 കിലോമീറ്ററുകൾ നീളമുള്ള വിള്ളൽ യഥാർത്ഥത്തിൽ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായതായിരുന്നു. എന്നാൽ ഉപരിതലത്തിൽ അത് പ്രത്യക്ഷമായിരുന്നില്ല. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ പോലെ ഈ വിള്ളൽ കിടക്കുകയായിരുന്നു. 2018 കനത്ത മഴ കാരണമാണ് മീതെയുണ്ടായിരുന്ന കനം കുറഞ്ഞ മണൽപ്പാളി പൊടിഞ്ഞു വീണതും ഉള്ളിലുള്ള വിള്ളൽ പ്രത്യക്ഷമായതും. അല്ലാതെ റിഫ്റ്റുകളൊന്നും ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ വർഷം കൊണ്ടോ രൂപം കൊള്ളുന്നതല്ല. ഒരു മനുഷ്യായുസ് കൊണ്ട് പോലും റിഫ്റ്റിലാകെ ചെറിയ വളർച്ച വ്യത്യാസം മാത്രമേ കാണാൻ പറ്റൂ. എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഒരു വർഷം വെറും 7 മില്ലിമീറ്ററോളം അളവിൽ മാത്രമാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വികസിക്കുന്നത്. അപ്പോൾ 70 സെന്റിമീറ്റർ വലിപ്പം വെക്കണമെങ്കിൽ പോലും 100 വർഷങ്ങളെടുക്കും.
എന്തായാലും ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ വലിയ താഴ്വരകളും തടാകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും പല കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ആഫ്രിക്ക പൂർണ്ണമായും രണ്ടായിട്ട് പിരിയുകയുള്ളൂ. എന്നാൽ പൂർണ്ണമായും പിരിഞ്ഞ പ്ലേറ്റുകളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആഫ്രിക്കയ്ക്ക് മുകളിൽ കാണുന്ന അറേബ്യൻ പ്ലേറ്റ്. ഇത് പണ്ടൊരു കാലത്തിൽ ആഫ്രിക്കൻ പ്ലേറ്റിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുൻപ് അത് ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്നും പിരിയാൻ തുടങ്ങി. ഒടുവിൽ ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് അത് പൂർണ്ണമായും ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്നും പിരിഞ്ഞത്. അതിന്റെ അനന്തരഫലമായിട്ടാണ് 2 പ്ലേറ്റുകൾക്കും നടുവിൽ ഒരു പുതിയ കടൽ രൂപം കൊണ്ടത്, അതായത് റെഡ് സീ അഥവാ ചെങ്കടൽ. പുതുതായിട്ട് രൂപം കൊള്ളുന്ന ഭൂഖണ്ഡത്തിന് ഇതുവരെ പേരൊന്നും നൽകിയിട്ടില്ല. നോർത്തിൽ ഗൾഫ് ഓഫ് ഈദൻ മുതൽ സൗത്തിൽ സിംബാബ്വെ വരെയാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം നിലകൊള്ളുന്നത്. ഇതിനിടയിൽ നിരവധി രാജ്യങ്ങൾ വിഭജിക്കപ്പെടുന്നുണ്ട്. ഈ വിഭജനം നമ്മുടെ ജീവിത കാലഘട്ടത്തിലോ സമീപ ഭാവിയിലോ ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഭവിക്കാൻ ഇനിയും കോടിക്കണക്കിന് വർഷങ്ങളെടുക്കും. ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്ക രണ്ടായിട്ട് പിരിയുന്ന കാലത്തിൽ മനുഷ്യരാശി തന്നെ ഉണ്ടായിരിക്കുമോ എന്നതുപോലും സംശയമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.